ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോയിലേക്ക് വേഗം തന്നെ കടക്കാം. തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ ഈ ഒരു വാസ്ലിൻ്റെ ഗ്ലൂട്ടാഹയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിറമിൻ ലോഷൻ മോയ്സ്ചറൈസർ എന്നും പറയാം, അതേപോലെ തന്നെ ബോഡി ലോഷനുമാണ്. ഇതിനെക്കുറിച്ചിട്ടുള്ള എൻ്റെ അഭിപ്രായമാണ്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവർക്ക് പോയി കാണാം. അപ്പം ഞാനിതിന് മുമ്പ് വീഡിയോ ഇട്ടത് എന്തിനെക്കുറിച്ചാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളും ഇത് പാരബൻ ഉണ്ടോ ഇതിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് മൊത്തം ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, ഞാനിത് മുഖത്ത് യൂസ് ചെയ്തിട്ടില്ല, യൂസ് ചെയ്യാനും പോകുന്നില്ല എന്ന് ഞാനിതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊരു ബോഡി ലോഷൻ ആയതുകൊണ്ട് തന്നെ ഇത് പാരബൻ ഉള്ളതുകൊണ്ടും ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. ബോഡി ലോഷനായിട്ട് മാത്രമേ യൂസ് ചെയ്യും എന്ന് മാത്രമേ പറഞ്ഞത്. പക്ഷേ ഞാൻ വീണ്ടും ആരുടെയൊക്കെയോ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ട് കാരണം മുഖത്ത് മോയ്സ്ചറൈസറായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങി. കൂടുതലും പല ഇൻഫ്ലുവൻസേഴ്സിൻ്റെ താഴെ വരുന്ന ജെനുവിനായിട്ട് എനിക്ക് തോന്നിപ്പോകുന്ന കമൻസാണ്. ചിലപ്പോൾ ജെനുവിൻ ആയിരിക്കും, അവർക്കത് വർക്കാവുന്നുണ്ടാവുക, അതുകൊണ്ടായിരിക്കാം അവരങ്ങനെ എന്തായാലും കമൻറ്റ് കൊടുത്തിട്ടുണ്ടാവുക. പലർക്കും ഇപ്പോഴും ഇഷ്യൂസൊന്നുമില്ല. ഫേസിൽ യൂസ് ആക്കുമ്പോൾ മിക്കവർക്കും ഫേസ് ബ്രൈറ്റൻ ആയിട്ടും അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് നിൽക്കുന്നതായിട്ടും നല്ലൊരു ഗ്ലോ തരുന്നതായിട്ടൊക്കെ കുറേ പേര് കമൻറ്റ്സ് കൊടുത്തിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടി എന്ന് കണ്ടതുകൂടി കൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് മോയ്സ്ചറൈസറായിട്ട്. എനിക്കിത് ഫേസിലിട്ടിരുന്നപ്പോൾ പെട്ടെന്ന് ബ്ലെൻഡായി പോകുന്നതൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ബിക്കോസ് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. നമുക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാകും, പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ആവുന്ന അതേപോലെ തന്നെ പെട്ടെന്ന് അബ്സോർബ് ആവുന്ന ഒരു മോയ്സ്ചറൈസർ കൂടിയാണിത്. പിന്നെ ഇത് ഹൈഡ്രേഷനൊക്കെ അത്യാവശ്യമൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. 1 to 2 വീക്കൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറുതായിട്ട് മുഖം ഡാർക്കൺ ആവുന്ന പോലെ തോന്നി തുടങ്ങി. അതായത് നമുക്ക് ടാനൊക്കെ അടിച്ചാൽ വരുന്ന പോലെ അങ്ങനെ ഒരു മുഖത്തിൻ്റെ ഒരു വ്യത്യാസം എനിക്ക് വന്നു തുടങ്ങി. അതേപോലെ പിന്നെ ചെറുതായിട്ട് പിമ്പിൾസ് വരാൻ തുടങ്ങി. എനിക്കിത് അധിക ടൈമൊന്നും മോയ്സ്ചറൈസേഷൻ തരുന്നു എന്നതായിട്ട് എനിക്കൊന്നും തോന്നിയിട്ടില്ല. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും സൺസ്ക്രീൻ ഇടുന്നതിന് മുൻപ് വേണം ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാനായിട്ട്. എന്നിട്ട് വേണം സൺസ്ക്രീൻ ഇടാനും. നമ്മൾ പിന്നെ നൈറ്റ് ടൈമിലാണ് ഞാനിത് യൂസ് ചെയ്തിരുന്നതും. അപ്പോൾ അതുപോലെ തന്നെ പുറത്ത് പോകുമ്പോഴും യൂസ് ചെയ്തിരുന്നു സൺസ്ക്രീൻ ഇടുമ്പോഴൊക്കെ. പിന്നെ ഇതൊക്കെ പലർക്കും പല രീതിയിലാണ് എഫക്റ്റ് ആവുന്നത്. എനിക്ക് ഇതേപോലെ തോന്നി എന്ന് കരുതിയിട്ട് എല്ലാവർക്കും ഇതേപോലെ ആകണമെന്നില്ല. എന്നാലും എനിക്ക് തോന്നിയ ഈ ഒരു സൈഡും ഉണ്ട് എന്ന് ഞാനിതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഈ ലോഷൻ തന്നെ ബോഡിയിൽ എനിക്ക് നല്ല എഫക്റ്റാണ് തന്നിട്ടുള്ളത്. നല്ല റിസൾട്ടാണ് ബോഡി ലോഷനായിട്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. കൈമത്തെ ആയാലും ഞാൻ കൂടുതലും കയ്യിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കയ്യിൽ എൻ്റെ ഡാർക്കണായ സ്ഥലത്തൊക്കെ നന്നായിട്ട് ടാനൊക്കെ അടിച്ചോടത്തൊക്കെ നല്ലോണം ബ്രൈറ്റനിങ് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിന് മുമ്പ് ഞാൻ 3 നെഗറ്റീവ് റിവ്യൂ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിലത്തെ മെയിനായിട്ട് വന്നതായിരുന്നു മോയ്സ്ചറൈസറിൻ്റെ ഒരു റിവ്യൂ, ഡോക്ടർ ഷെത്തിൻ്റെ. അതാണ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ 2 വീഡിയോസ് കഴിഞ്ഞിട്ട് പിന്നെ ഇട്ടിരുന്നത് ഒരു സൺസ്ക്രീൻ്റെ റിവ്യൂ ആണ്, ന്യൂട്രോജനയുടെ. അതും എനിക്ക് വർക്കായില്ലാന്ന്. ഇതൊക്കെ അടുപ്പിച്ചിടാൻ കാരണം എനിക്ക് അടുപ്പിച്ച് വർക്കാവാത്തതല്ല. ന്യൂട്രോജൻ എനിക്ക് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം ഉണ്ടായ എക്സ്പീരിയൻസ് ആണ് ഞാനതിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. അന്ന് എനിക്ക് ചാനലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഷെയർ ചെയ്തെന്നുള്ളൂ. അതേപോലെ ഡോക്ടർ ഷെത്തിൻ്റെ എനിക്ക് കുറച്ച് മുമ്പും തോന്നിയ കാര്യമാണ് ഞാനിപ്പോൾ കണ്ടൻറ്റാക്കി വന്ന് പറഞ്ഞത്. അതേപോലെ ഇപ്പം എനിക്ക് യൂസ് ചെയ്യുമ്പോഴുള്ള എക്സ്പീരിയൻസ് ആണ് ഞാനിപ്പോൾ ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എനിക്കെല്ലാം നെഗറ്റീവ് ആണെന്നുള്ളതല്ല, നമ്മൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പോസിറ്റീവ് മാത്രമല്ല ഇടേണ്ടത്. നെഗറ്റീവ് ഉണ്ടെങ്കിൽ അതും നമുക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നമ്മൾക്ക് അറിയാത്തവരോട് കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്നുള്ള ഒരു മൈൻഡുള്ള ആളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പാരബൻ ഇതിലുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യില്ല. സോ ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ടും ഷെയർ ചെയ്യാനായിട്ടും കമൻറ്റ് ചെയ്യാനായിട്ടും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഇങ്ങനത്തെ പുതിയ പുതിയ വീഡിയോസും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്ക് ബൈ.